ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. വായു. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. കാരണം ഇതെല്ലാം വഴന്ന് വരേണ്ടത് കൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം. നമുക്ക് കുറച്ചധികം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് നെടുവേ പിളർന്നത് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴലാൻ വേണ്ടി ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കണം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. പച്ചമണം മാറി വരട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ചത്, അല്പം കൂടെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു തക്കാളി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി. പുളിവെള്ളം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു തക്കാളി ചേർക്കുന്നുള്ളൂ. തക്കാളി ഈ പേസ്റ്റൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി പുളി. റോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്, പുളിവെള്ളമാണ്, അത് ചേർത്ത് കൊടുക്കുക. പുളി വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ചേർത്താണ്, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് കഴുകി വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഞണ്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി ഞണ്ട് വേകാനുള്ള ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
ഞണ്ടായതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ സ്ലോ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്രാബ് റെഡിയായോ നോക്കാം. നല്ല ചാറൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.